നമ്മുടെ നടുവിലേക്ക് ഒരു പ്രിയപ്പെട്ട മോളാണ് തൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യുവാൻ വേണ്ടി വന്നിരിക്കുന്നത്. ജനിഷ മോൾ. ഓക്കെ മോളെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ 12th. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്ലസ് 2-കാരിയാണ് അല്ലയോ? എവിടെയാ സ്ഥലം എവിടെയാ? ഞങ്ങൾ തിരുവനന്തപുരത്തിലുള്ള വെള്ളർഡേൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. വള്ളറട. ഓക്കെ, വള്ളറടയിൽ നിന്ന് ഒത്തിരി ദേവദാസന്മാരൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അമ്പൂരി സ്കൂൾ, സെന്റ് തോമസ്. അമ്പൂരി സെന്റ് തോമസ് സ്കൂളിൽ. ശരി. ഡാഡിയും മമ്മിയും അവരുടെയൊക്കെ പേരൊക്കെ എന്തുവാ? എന്റെ പപ്പയുടെ പേര് യേശുദാസ്, അമ്മയുടെ പേര് പ്രേമലത, ചേട്ടന്റെ പേര് എബിൻ വൈ. ഓക്കെ. പപ്പായും മമ്മിയും ഒക്കെ എന്ത് ചെയ്യുന്നു? പപ്പ മേസൺ ആണ്. ഓക്കെ. മമ്മ വീട്ടിലുള്ള ഹൗസ് വൈഫാണ്. ശരി. പിന്നെ ചേട്ടൻ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ശരി. മോളെ ചെറിയ പ്രായം മുതൽ തന്നെ വചനമൊക്കെ പറയുകയൊക്കെ ചെയ്യുമോ? ഓ, ചെറിയ പ്രായം തൊട്ട് പറയുന്നു തുടങ്ങി. ഇങ്ങനെയൊന്നും പറയത്തില്ല എങ്കിലും. ശരി. അപ്പോൾ ഇന്ന് ജീവിതാനുഭവങ്ങളൊക്കെ പറയാൻ പോവല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ആസാദി TV വന്ന് അനുഭവം പറയുന്ന ഏറ്റവും ചെറിയ കുഞ്ഞാന്ന് തോന്നുന്നു. മോളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ കേട്ടോ. ആസാദി TVയിൽ വന്ന് സാക്ഷ്യം പറയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ മോളാണ്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജനിഷ മോളുടെ ലൈഫ് എക്സ്പീരിയൻസുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു യുവായിലിരിക്കുന്ന ആളുകളൊക്കെ മിക്കവാറും എല്ലാവരും ജനിഷയുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നമുക്ക് വലിയ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ജനിഷമൊക്കെ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. നിൻ്റെ ലൈഫ് എക്സ്പീരിയൻസൊക്കെ നന്നായിട്ട് പറയാം. ഞങ്ങളെല്ലാം കേൾക്കാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, ഡാഡിയെക്കുറിച്ചും മമ്മിയെക്കുറിച്ചും ഒക്കെ സ്ഥലമൊക്കെ പറഞ്ഞല്ലോ. ഇനി ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം പറയാം കേട്ടോ. ശരി, ദൈവം അനുഗ്രഹിക്കട്ടെ. വന്ന വഴികളൊന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികളൊന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, ഇന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, ഇന്നും കരുതലിൽ വഹിച്ചവനേ. കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ സന്ധ്യാവേളയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ മധ്യയിലായിരിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നിസ്തുല്യ ഭാഗ്യത്തോട് കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. മാത്രമല്ല, എനിക്ക് സമയം അനുവദിച്ചു തന്ന പ്രിയ കർത്തൃദാസനും കുടുംബത്തിനും എല്ലാവർക്കും വീണ്ടും വരുന്ന നാം ക്രിസ്തേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. മാത്രമല്ല, എന്റെ ശബ്ദം ശ്രമിക്കുന്ന മറ്റെല്ലാവർക്കും വീണ്ടും വരുന്ന ക്രിസ്തേശുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം ഞാൻ ഒരിക്കൽ കൂടെ അർപ്പിച്ചുകൊള്ളുന്നു. അങ്കിൾ പറഞ്ഞതുപോലെ എന്റെ പേര് ജനീഷ മോൾ എന്നാണ്. ഞാനിപ്പോൾ 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നപ്പോ തന്നെ ഒരു ബെന്തക്കോസ് അനുഭവത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. എന്റെ പപ്പ CSA ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുവെങ്കിലും എന്റെ അമ്മ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുവെങ്കിലും അവര് രണ്ട് അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുവെങ്കിലും ഞാനും എന്റെ ചേട്ടനും ജനിക്കും മുന്നേ തന്നെ അവര് ബെന്തക്കോസ് അനുഭവത്തിലോട്ട് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. എങ്കിലും ഞാൻ ബെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചതെങ്കിലും ഞാൻ ഫ്രണ്ട്സിനോടൊത്തും എല്ലാവരോടും ഒക്കെ പോകും, പാടുന്നുണ്ട്, ബെന്തക്കോസ് പള്ളിയിൽ പോകുന്നുണ്ട് എന്നൊക്കെയാണ്. എങ്കിലും ഞാൻ അതിന് വലിയ ബെന്തക്കോസ് എന്ന ഒരു തീഷ്ണത കൊടുത്തിട്ടില്ല. ഞാൻ കൂടുതലും സ്കൂളിലുള്ള ഫ്രണ്ട്സിനോടും അങ്ങനെ ഒക്കെ അടിച്ചു കറങ്ങുന്ന ഒരു കുട്ടിയായിരുന്നു. എന്റെ വീട്ടുകാര് പള്ളിയിൽ പോകുന്നുണ്ട്, ഞാനും പള്ളിയിൽ പോകുന്നു, അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. വലിയ തീഷ്ണതയൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഞാൻ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആദ്യമായിട്ട് അടിയന്റെ ദേഹത്ത് ഒരു ചൊറിച്ചിലിന്റെ അനുഭവം കൊണ്ടിടുവാനായിട്ട് ഇടയായിത്തീർന്നു. ശത്രുവായ പിശാച് ഒരു ചൊറിച്ചിലിന്റെ അനുഭവം അടിയന്റെ ശരീരത്തിൽ കൊണ്ടിടുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ ആ ചൊറിച്ചിൽ ഇടുവാൻ തുടങ്ങിയപ്പോഴും ഞാൻ അധികം കാര്യമായിട്ട് എടുത്തില്ല. വല്ല അലർജിയോ ചൊറിച്ചിലോ വല്ലതും ആയിരിക്കും എന്ന് കരുതി ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുക്കാറ്. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞു പോകും തോറും
ആ ചൊറിച്ചിൽ അത് വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോഴേക്കും അടിയന്റെ ശരീരം ഭയങ്കര വൃത്തികേടാകുവാനായിട്ട് തുടങ്ങി. വേറൊരിടമല്ല, അടിയന്റെ കൈയുടെ മുട്ടിന് താഴെയും കാലിന് മുട്ടിന് താഴെ മാത്രമേ ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നുള്ളൂ. അപ്പൊ ദിവസങ്ങൾ ചെല്ലും തോറും അടിയന്റെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ഈ ചൊറിച്ചിൽ കൊണ്ടിട്ട് ശരീരമൊക്കെ വൃത്തികേടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ഈ സമയമൊക്കെ പാട്ട് പാടുന്ന ഒരു കൊച്ചാണ്. എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാൻ വലിയ കഴിവുകളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പരസ്യയോഗങ്ങളിലും അനേക സഭകളിലും കർത്താവിനെ നാമം വർഷിപ്പ് ചെയ്യാനും കർത്താവിനെ നാമം അല്ലാണ്ട് പാടുവാനും ദൈവം ഇന്നുവരെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാനിങ്ങനെ ചൊറിച്ചിലിന്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടു. എന്നെ പെട്ടെന്ന് വീട്ടുകാരി കണ്ട് പേടിച്ച് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ആശുപത്രിയിൽ പോയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു വേറൊരു കുഴപ്പവും ഇല്ല, ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും വേറെ ഒന്നുമില്ല, എനിക്ക് ESR ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 10 അല്ലെങ്കിൽ ഒരു 15% വേണ്ടത്. പക്ഷെ അടിയന്റെ ശരീരത്തിൽ അത് 180% ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ പ്രശ്നം. പക്ഷെ ESR കൂടിയെന്നും പറഞ്ഞ് ഇങ്ങനെ മേത്ത് അസ്വസ്ഥത വരാൻ തുടങ്ങത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വേറൊരു ആശുപത്രിയിലോട്ട് പറഞ്ഞു വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ കുറെ 2-3 ആശുപത്രി അങ്ങനെ പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ അവിടുത്തെ ഡോക്ടേഴ്സിനൊന്നും അടിയന്റെ അസുഖം ഒന്നും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം എനിക്ക് മനസ്സിലായി പ്രാർത്ഥനയാൽ കഴിയാത്ത ഒന്നുമില്ല. അങ്ങനെ ഞാൻ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ദൈവമേ അടിയന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറ്റി തരണേ, ദൈവമേ അടിയന്റെ കുറവുകളൊക്കെ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് അടിയൻ തീരുമാനം എടുത്തിട്ട് സ്നാനം എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 9ാം ക്ലാസ്സിൽ വെച്ച് ദൈവത്തിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനം എടുക്കുവാൻ ദൈവം എനിക്കൊരു വലിയൊരു അവസരം ഒരുക്കി തന്നു. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കുവാനും ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അങ്ങനെ സ്നാനമൊക്കെ എടുത്തു കയറി വന്ന് കുറെ മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അടിയന്റെ ശരീരത്തിൽ നിന്ന് ആ ചൊറിച്ചിലിന്റെ അനുഭവം പൂർണ്ണമായിട്ടും വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ കരുതി ഇങ്ങനത്തെ ഒരു അസ്വസ്ഥതയും വരത്തില്ല, കാരണം എന്റെ ശരീരത്തിൽ പൂർണ്ണമായിട്ടും എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറിയാലോ എന്ന് കരുതി. അങ്ങനെ 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ശരീരത്തിൽ ഒരു അസ്വസ്ഥതകളും ഇല്ലാതിരുന്നു. അങ്ങനെ പക്ഷെ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ ഇരുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് അടിയന്റെ ശരീരത്ത് അസ്വസ്ഥത കൊണ്ടിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവം ഇതെന്തുവാ പറ്റിയത്, നേരത്തേനും കാട്ടി ഒരുപാടാണല്ലോ ഇങ്ങനെ ചൊറിച്ചിൽ കൊണ്ടിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ആയിട്ട് തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ചൊറിച്ചിൽ പൂർണ്ണമായിട്ടും ഒരുപാട് എന്നിട്ടും ആദ്യം വന്നതുപോലെ ആയിരിക്കും എന്ന് കരുതി ഞാൻ ആശുപത്രിയൊന്നും കാണിക്കാണ്ട് ദൈവം മാറ്റുമെന്ന വിശ്വാസത്തിൽ ഉറപ്പോടെ ഞാൻ ഇരുന്നു. എന്നാൽ ശത്രുവായ പിശാച് അതിൽ കൂടെ എന്നെ പരീക്ഷിക്കുകയായിരുന്നു ഇടയായിത്തീർന്നത്. ദിവസങ്ങൾ ചെല്ലും തോറും അടിയന്റെ ദേഹത്തുള്ള ചെറുതായിട്ട് ചൊറിഞ്ഞു വരുന്ന വ്രണങ്ങൾ പഴുത്ത് പൊട്ടി വലിയൊരു വ്രണമായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മൾ ബൈബിളിൽ വായിക്കും പോലെ ഇയ്യോബിന്റെ ജീവിതാനുഭവം വച്ച് വായിക്കും പോലെ തന്നെ ഇയ്യോബിന്റെ ദേഹത്ത് ശത്രുവിന് അധികാരം കൊടുത്തുവെങ്കിലും ഇയ്യോബിന്റെ പ്രാണനെ വെടിയുവാൻ ശത്രുവിന് ദൈവം അധികാരം കൊടുത്തില്ല. അതേപോലെ ആവാം എന്റെ ലൈഫിലും. അതിലൊരു ചെറിയൊരു സാമ്പിൾ ആയിരിക്കാം. ശത്രു എന്റെ ശരീരത്തിലും ഒരുപാട് ഇങ്ങനെ ചൊറിച്ചിലിന്റെ അസ്വസ്ഥതകൾ കൊണ്ടിടുവാനായിട്ട് ഇടയായിത്തീരുന്നു. എന്തായാലും ഞാൻ വിചാരിച്ചു ചൊറിച്ചിൽ അങ്ങ് പോട്ടെ, അതെന്തായാലും മാറണ ഒരു ദിവസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കാതിരുന്നു. അങ്ങനെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഈ ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് കൊണ്ടിടുവാനായിട്ട് ഇടയായിത്തീരുന്നു. എങ്കിലും ഞാൻ വലിയ ശ്രദ്ധയൊന്നും അതിന് കൊടുക്കാണ്ട് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു ഈ ചൊറിച്ചിലിന്റെ കൂടെ തന്നെ അടിയന്റെ മുടിയും പെട്ടെന്ന് പതുക്കെ കൊഴിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ആദ്യമൊക്കെ കൊഴിയുന്ന കണ്ടപ്പോൾ അതിന് വലിയ ഇൻട്രസ്റ്റ് കൊടുത്തില്ല. ഇത് സാധാ ഉണ്ടാവുന്ന മുടി കൊഴിച്ചിലാവും എന്ന് കരുതി ഞങ്ങള് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ ദിവസങ്ങൾ ചെല്ലും തോറും ആ മുടി കൊഴിച്ചിൽ കൂടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു ESR ഇത്രയും കൂടുതലേ ഉള്ളൂ, അല്ലാതെ വേറൊരു കുഴപ്പമില്ല. ഇവർക്ക് ദേഹത്ത് ചൊറിച്ചിൽ വരാനോ ഹെയർ കൊഴിയാനോ ഒരു കാരണവും ഉള്ളതല്ല. പക്ഷെ എങ്ങനെയാണ് ഇത് പറ്റുന്നതെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ ദിവസങ്ങളോളം ഹോസ്പിറ്റലിലോട്ട് പോയി വളരെയധികം അവര് ദിവസങ്ങളോളം ചെക്കപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു മെഡിസിനും അടിയന് തരുന്നില്ല. അങ്ങനെ 10ന്റെ മോഡൽ എക്സാം ഒക്കെ തുടങ്ങുന്ന ടൈം അടിയന് ഭയങ്കരമായിട്ട് ശരീരത്തിൽ ഇങ്ങനെ ചൊറിച്ചിലിന്റെ അനുഭവവും വ്രണങ്ങളായിട്ട് വലിയ വ്രണങ്ങളായിട്ടൊക്കെ പൊട്ടി
പായുന്ന ഒരവസ്ഥയും ഹെയർ ഒക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൂടുതലായിട്ട് കൊഴിയുന്ന ഒരു അവസ്ഥയുമായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കും തോറും ഡോക്ടേഴ്സ് പറയുന്നു ഇവക്ക് വേറൊരു കുഴപ്പമില്ല, പക്ഷെ ചെക്ക് ചെയ്തിട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് അങ്ങനെ കുറെ ആശുപത്രികളൊക്കെ കഴിഞ്ഞ് അവസാനം എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് ചെന്ന് കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോഴേക്കും അടിയന്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നത് കണ്ടിട്ട് അവര് വീണ്ടും ഹെയറിന് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ വ്രണങ്ങളുടെ ചെക്കപ്പ് ചെയ്തിട്ട് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്തോന്ന് അസുഖമാണെന്ന്. അപ്പൊ മുടി കൊഴിയുന്നത് കണ്ടിട്ട് വീണ്ടും മുടിയുടെ ചെക്കപ്പ് തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായി. മുടി കൊഴിയണ തുടങ്ങി മുടി തൊഴിയണതൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് വിഷമായി. കാരണം 10th ടൈം എന്നൊക്കെ പറയുമ്പോ കൂടുതലായിട്ട് ഹെയർ സ്റ്റൈൽ ഒക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു സമയമാണ്. ഫ്രണ്ട്സ് ഒക്കെ ലോങ് ആയിട്ട് വളർത്തുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കും ലോങ് ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു, നല്ല നീളമുള്ള ഹെയർ ആയിരുന്നു. പെട്ടെന്നായിരുന്നു ഇങ്ങനെ കൊഴിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. കൊഴിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും എന്റെ വീട്ടുകാര് ഷോർട്ടായിട്ട് വെട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ വെട്ടും തോറും മുടി വളരും എന്ന് പറയുന്നത് കേൾക്കുന്നതല്ലാതെ വെട്ടും തോറും മുടി തൊഴിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓവറായിട്ട് കൊഴിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ദിവസങ്ങൾ ചെല്ലുന്തോറും അടിയന്റെ നാവിനുള്ളിലും വ്രണങ്ങളാൽ നിറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ശരീരത്തിൽ വന്ന വ്രണങ്ങൾ പോട്ടെ, പക്ഷെ അടിയന്റെ നാവിൽ വന്ന വ്രണങ്ങൾ അടിയന് ഒട്ടും സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഒരു ഫുഡ് പോലും ഉള്ളിലോട്ട് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അടിയന് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്തോന്നൊക്കെ കഴിക്കാൻ ശ്രമിച്ചാലും അതെനിക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അടിയന്റെ വയറിൽ ഭയങ്കര വിശപ്പാണ്. പക്ഷെ ഒരാഗ്രഹമൊക്കെ തിന്നാൻ കൊതിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നതൊക്കെ വീട്ടുകാർ വാങ്ങിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഉള്ളിലോട്ട് ഇറക്കുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് നാവിൽ വ്രണങ്ങളാൽ കൊണ്ട് നിറയുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു മെഡിസിനും തരാൻ പറ്റത്തില്ല, എന്തോന്ന് അസുഖമെന്ന് കണ്ടുപിടിക്കാണ്ട് കുട്ടിക്ക് ഒരു മെഡിസിനും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഡോക്ടർ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എനിക്കൊരു മെഡിസിനും തരാൻ പറ്റില്ല. അവസാനം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്റെ നാവിൽ വ്രണങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്, അറ്റ്ലീസ്റ്റ് എന്റെ നാവിലുള്ള പുണ്ണു മാറാനെങ്കിലും എനിക്ക് എന്തെങ്കിലും മെഡിസിൻ തരണമെന്ന് ഞാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും മെഡിസിൻ തരാൻ പറ്റത്തില്ല, നിനക്ക് എന്തോന്ന് അസുഖമാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ മെഡിസിൻ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ മെഡിസിൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറൊരു അസ്വസ്ഥതയിലോട്ടായിരിക്കും കൊണ്ടു ചേർക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മെഡിസിൻ ഒന്നും തരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കുറെ മാസങ്ങൾ നാവിനകത്ത് വ്രണങ്ങളാൽ കൊണ്ട് ഒരു ഫുഡ് പോലും അകത്ത് കഴിച്ചിറക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഭാരപ്പെട്ടു. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ മിക്സിക്കകത്ത് ഇട്ട് ലിക്വിഡ് രൂപത്തില് ആക്കി എനിക്ക് ഫുഡൊക്കെ തരുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഉള്ളിലോട്ട് ഇറക്കുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ ചെല്ലുന്തോറും അടിയൻ മെലിഞ്ഞ് ഉണങ്ങി നല്ല മെലിയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അപ്പോഴും ഓരോ മാസം ചെല്ലുന്തോറും ആശുപത്രി കൊണ്ട് കാണിക്കുന്നു. അവരെന്തൊക്കെയോ വൈറ്റമിൻസിന്റെ ഗുളികയൊക്കെ തരുന്നതല്ലാതെ അടിന് വേറെ ഒരു ഗുളികയും തരുന്നില്ല. അത് കഴിച്ചിട്ടാണെങ്കിലോ അടിന് ഒരു മാറ്റവും തോന്നുന്നില്ല. അങ്ങനെ ദിവസം പോകുന്തോറും അടിയന് ഈ അസ്വസ്ഥതകളും കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അങ്ങനെ അടിയന്റെ മുടിയൊക്കെ ബാക്ക് ഫുള്ള് കൊഴിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ബാക്കും ഇവിടത്തെ അത്രയും കൊഴിഞ്ഞിട്ട് ഇവിടെ ഇത്ര ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ തൊപ്പി വെച്ചിട്ട് നടക്കുമായിരുന്നു. തൊപ്പി വെക്കുമ്പോൾ അതറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെയൊക്കെ നല്ല കട്ടിക്കുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് മൊട്ടയാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷെ എത്രയെന്ന് പറഞ്ഞ് സ്കൂളിലൊക്കെ പോകാൻ പറ്റും, എന്തായാലും ഫ്രണ്ട്സ് തൊപ്പിയൊക്കെ എടുത്ത് കളയണ ഒരു അവസ്ഥയാണ് വരുമോ. അങ്ങനെ തൊപ്പിയൊക്കെ എടുത്ത് കളയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും. പിന്നെ അവര് പറയും, ഫ്രണ്ട്സ് ഒക്കെ എന്നെ കൂടുതലും പറയാറ് നീ എന്തോ എണ്ണയൊക്കെ തേച്ചിട്ടാ, മുടി നിനക്ക് ആദ്യം നിറയുണ്ടായിരുന്നു, നീ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് എന്തൊക്കെ ചെയ്തിട്ടാ നിനക്ക് ഇങ്ങനെ പറ്റിയെന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് അങ്ങനെ പറയുമായിരുന്നു. ഞാൻ അപ്പോൾ എന്റെ ദേഹത്തൊക്കെ വ്രണങ്ങളാൽ നിറഞ്ഞ് ഒരുപാട് പാടുകളായിട്ടൊക്കെ നിറഞ്ഞ് മാത്രമല്ല എന്റെ മുടിയും കൊഴിഞ്ഞു. അങ്ങനെ ക്രമേണ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അടിയന്റെ മുടി മൊത്തത്തിൽ കൊഴിഞ്ഞ് മൊട്ടയാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു മുടിയും അടിയന്റെ തലയിൽ ഇല്ലായിരുന്നു. അടിയന് ഒരു മുടിയും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുവാനായിട്ട് ഇടയായിത്തീർന്നു. അടിയന്റെ ദേഹത്ത് വ്രണങ്ങളാലും പിന്നെ അടിയനെ കണ്ടാൽ ഒരു മെലിഞ്ഞ് കൂനിക്കുടുങ്ങി ഒരവസ്ഥയിലായിരുന്നു. അപ്പൊ ആര് കണ്ടാലും പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടി കണ്ടാലും അടിയനെ കണ്ട് പേടിച്ച് കരയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്കൊരു വികൃത രൂപിയായിരുന്നു എന്നെ കാണാനായിട്ട്. അപ്പൊ ഞാൻ എന്നിട്ടും അതിലൊന്നും എനിക്ക് വലിയ വിഷമം വന്നില്ല. മുടി പോയതല്ലേ, അത് വീണ്ടും തിരിച്ചു വരും എന്നൊരൊറ്റ ചിന്തയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ സ്കൂളില് സ്റ്റഡി ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മോഡൽ എക്സാം തുടങ്ങുന്ന സമയത്ത് സ്കൂളിലോട്ട് പോകാം
ഇനി സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും ഞാൻ ഉറപ്പിച്ചത് എനിക്കൊരു ഫ്രണ്ട്സിന്റെ ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങില് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഭയങ്കര ചങ്കായിട്ട്, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ചങ്കായിട്ട് കൊണ്ട് നടന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ എന്നെ ഏത് കാര്യത്തിലും എന്ത് കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവരെന്നെ കുറച്ചുകൂടെ ഒന്ന് മോട്ടിവേഷൻ തരും, കുറച്ചുകൂടെ ഒന്ന് എന്നെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ ഗേൾസ് മാത്രമായിട്ട് ഉള്ള ക്ലാസ്സിലായിരുന്നു ജോയിൻ ചെയ്തത്. പക്ഷെ ആ സ്കൂളിൽ ബോയ്സ് ഒക്കെ ഉണ്ട്. എങ്കിലും ഞാൻ വിചാരിച്ചു, ദൈവമേ, സ്കൂളിലോട്ട് പോകുമ്പോൾ ബോയ്സ് ആയിരിക്കാം കൂടുതലായിട്ട് എന്നെ കളിയാക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ എന്തായാലും ബോയ്സിന്റെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും എന്റെ ക്ലാസ്സിലോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഓടി എത്തണം എന്ന ഒറ്റ ചിന്തയായിരുന്നു എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും ആദ്യം കുറെ എന്റെ കുറെ ബോയ്സ് എന്നെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് ഓടി വന്നിട്ട് ചോദിച്ചു, ജനീഷ, നീ ഒന്നിനും കൊണ്ട് വിഷമിക്കണ്ട, ഈ ഹെയർ ഒക്കെ നിനക്ക് പെട്ടെന്ന് തിളിർത്ത് വരും. ഇത് എല്ലാവരും തന്റെ ജീവിതത്തിൽ ഓരോ രോഗങ്ങൾ വരുമ്പോൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യണം. നീ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരുകയാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഒരുപാട് ബോയ് ഫ്രണ്ട്സ് എന്നെ വന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചതിനെക്കാട്ടി അപ്പുറം അവരാണ് എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ വലിയ സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് ഓടിപ്പോകുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ ക്ലാസ്സിൽ കയറിയപ്പോൾ ഫുൾ ഗേൾസ് ഫ്രണ്ട്സ് ഒക്കെ എന്നെ കണ്ടിട്ട് ഒരു വികൃത രൂപികളെ പോലെ നോക്കുന്നത് പോലെയായിരുന്നു എന്നെ അവര് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ആ സ്ഥാനത്ത് ചിന്തിച്ചത് ബോയ്സ് ആയിരിക്കാം കൂടുതലായിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല. ഞാൻ കൂടുതലായിട്ട് എന്തു കാര്യത്തിനും എന്തിനും കൂടെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരായിരുന്നു എന്നെ കൂടുതലായിട്ട് വിഷമിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായി പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ ഞാൻ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ വല്ലാത്ത പേരുകളൊക്കെ വെച്ച് കളിയാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ക്ലാസ്സിലോട്ട് കയറി പോകുമ്പോഴേക്കും എന്റെ കയ്യിലുള്ള പാടുകൾ കണ്ടിട്ട് അവര് ചോദിക്കും, ഇത് എന്തുവാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, പെട്ടെന്നുണ്ടായ ചൊറിച്ചിലാ, എന്ത് വന്നേന്ന് എനിക്ക് അറിയത്തില്ല, ആശുപത്രി കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് ഒന്നും അവര് മനസ്സിലാക്കുന്നില്ല. അവരെന്നോട് കൂടുതലും പറയാറ്, നീ എന്തോ ക്രീം യൂസ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ നീ എന്തോ കെമിക്കലൊക്കെ വാരി തേച്ചിട്ടാ, വെളുക്കാനൊക്കെ അങ്ങനെ തേച്ചിട്ടാ നിനക്ക് ഇങ്ങനെ പറ്റിയത്, കയ്യിലും അങ്ങനെയൊക്കെ പറ്റിയത്. പക്ഷെ ദൈവം സഹായിച്ച് എന്റെ മുഖത്ത് ഒരു പാട് വരുവാനായിട്ട് ഇടയാക്കിയിട്ടില്ല. അങ്ങനെ ആയിരിക്കും നിന്റെ കയ്യിലും കാലിലും ഒക്കെ ഒരുപാട് പാടുകൾ ഉണ്ടായത്. നിന്റെ മുടിയൊക്കെ കൊഴിയാനായിട്ട് കാരണം നിനക്ക് നേരത്തെ കടന്നതിന്റെ അഹങ്കാരമോ, അതുകൊണ്ട് നീ അല്പം കൂടെ കൂട്ടാനായിട്ട് എണ്ണയൊക്കെ തേച്ചതാന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഒരുപാട് പറയാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ അങ്ങനെയൊന്നും അല്ല, ഇത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമോ, എങ്ങനെയാണ് സംഭവിച്ചത് പോലും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവരെന്നോട് ഒരുമാതിരി വല്ലാണ്ട് എന്നെ ടോർച്ചർ ചെയ്തിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അവരൊക്കെ എന്നോട് പറഞ്ഞു, നീ എന്തിന് സ്കൂളിലൊക്കെ ഇങ്ങനെ വരണത്, നിന്നെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറപ്പായിരിക്കുന്നു, നിന്റെ അടുത്ത് വന്നിരിക്കാൻ തന്നെ ഞങ്ങൾക്ക് അറപ്പാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ എനിക്കത് കേട്ടപ്പോ ഭയങ്കര സങ്കടമായി. ഞാൻ വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ സ്കൂളിലൊന്നും പോകത്തില്ല. നടന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ടീച്ചറോട് വിളിച്ച് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ടീച്ചേഴ്സ് എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ്, ഒരിക്കലും ജനീഷനെ നിങ്ങൾ വിഷമപ്പെടുത്തുവാനായിട്ട് പാടില്ല, ആർക്കും ഒരു നിമിഷം കൊണ്ട് എപ്പോ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരാം, അവളെ നിങ്ങൾ എല്ലാവരും മോട്ടിവേറ്റ് ആണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയും. അപ്പൊ ഞാനും വിചാരിക്കും, ശരി, പിന്നെ അവരെ പിന്നെയെങ്കിലും നന്നാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്റെ അടുത്ത് എന്റെ പഴയ കുറെ ഫ്രണ്ട്സിനെയൊക്കെ പിടിച്ചിരുത്തുമായിരുന്നു. അപ്പോ എന്റെ ക്ലാസ് ടീച്ചർ പോയതും ആ ഫ്രണ്ട്സ് ഒക്കെ എന്റെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ഓടി വേറൊരു ബെഞ്ചിൽ പോയി ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് ഒരു ബെഞ്ചില് ഏറ്റവും ബാക്ക് ബെഞ്ചിന്റെ ഒറ്റയ്ക്ക് ഒരു സൈഡില് ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്റെ ക്ലാസ് ടീച്ചർ വരുമ്പോൾ മാത്രം എല്ലാവരും എന്റെ അടുത്ത് വന്നിരുന്നിട്ട് മറ്റുള്ള ടീച്ചേഴ്സ് പോകുമ്പോൾ അവര് വന്നിരിക്കത്തില്ല. എന്റെ ബെഞ്ചിൽ എന്താ ആരും ഇരിക്കാത്തെന്ന് ചോദിക്കും. എന്റെ ബെഞ്ചിലുള്ള പിള്ളേര് വന്നിട്ടില്ല എന്നൊക്കെയാണ് അവര് പറയാറ്. അങ്ങനെ എങ്കിലും അതിൽ കുറച്ച് പിള്ളേരൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവര് മാറി നിന്നിട്ട് എന്നെ കുറച്ച് കുറ്റം പറയുന്നത്, അതും എന്റെ ചെവിക്കൊക്കെ തന്നെ അവര് നന്നായിട്ട് പറയുന്നുണ്ട്. അവര് പക്ഷെ എന്നെ കാണുന്നില്ല, എന്റെ ചെവിയൊക്കെ കണക്കിന് എന്നെ നന്നായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട്. അവൾക്കത് വേണം, അവൾ ഇങ്ങനെ കാണിച്ചിട്ടാ, മറ്റത് ചെയ്തിട്ടാ, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് ടോർച്ചർ ചെയ്യേണ്ട ഇടയായിത്തീർന്നു.
അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് തകർന്നു. പിന്നെ ക്ലാസ്സിൽ പോയിരുന്നാലും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നില്ല. പെട്ടെന്ന് തന്നെ എന്റെ മൈൻഡിലുള്ള ചിന്തകളെല്ലാം മാറി. ഇനി എനിക്ക് ജീവിക്കണ്ട, ഇനി എനിക്ക് സ്കൂളിലെ കാല് കുത്തണ്ട എന്ന ഒറ്റ ചിന്തയിലായിരുന്നു ഞാൻ വീട്ടിൽ പോയി ചേർന്നത്. വീട്ടിൽ പോയപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇനി സ്കൂളിൽ പോകത്തില്ല, എനിക്കിനി അവിടെ പോണ്ട, എനിക്ക് പഠിക്കണ്ട, പരീക്ഷ എഴുതണ്ട, എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു റൂമിനകത്ത് ഇരുന്നോളാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ സങ്കടത്തോടെ ടീച്ചേഴ്സിനെ ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോ ടീച്ചേഴ്സും പറഞ്ഞു, ആ ശരി, എന്നാ അവളെ ഫൈനൽ എക്സാമിന് വിട്ടാ മതി, അത്രയും ദിവസം വീട്ടിലൊന്നിരുന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ സ്കൂളിൽ ഇരുന്നതിനേം കാട്ടിലും ടെൻഷനാണ് വീട്ടിൽ കയറിയപ്പോഴേക്കും. ഞാൻ വീട്ടിൽ ഒരു റൂമിനകത്ത് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അമ്മയൊക്കെ സംസാരിക്കുന്നെങ്കിലും ഞാൻ ഒരു റൂമിന്റെ അകത്ത് വേറെ ആരെയൊക്കെ പോലെയാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ പിന്നെ അധികം പുറത്തൊന്നും ഇറങ്ങത്തില്ല, ആഹാരം കഴിക്കാനും പറ്റുന്നില്ല. അപ്പോഴും എന്നെ ആശുപത്രി കൊണ്ട് കാണിക്കുവാണ്. പക്ഷെ അവർക്ക് വീണ്ടും രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഗുളിക മറ്റേ വൈറ്റമിൻസിന് തരുന്നതല്ലാതെ വേറെ ഒരു മെഡിസിനും എനിക്ക് തരുന്നില്ല. അപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കിങ്ങനെ മെഡിസിനും ഇല്ല, ഒന്നുമില്ല, ഞാൻ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ ചിന്തയായിരുന്നു. അതിനെക്കാട്ടിയും ടെൻഷനായിരുന്നു. എന്നെ ഒരു കല്യാണത്തിനൊക്കെ ഫംഗ്ഷനൊക്കെ കൊണ്ടുപോയപ്പോഴേക്കും അമ്മയുടെയും പപ്പയുടെ ഒരുപാട് ബന്ധുക്കളുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടിട്ട് എന്റെ അമ്മയെ വഴക്ക് പറയാനായിട്ട് ഇടയായിത്തീർന്നു. അമ്മ എന്തോ ചെയ്തിട്ടാ എനിക്കിങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ അമ്മ എന്തോ എന്നില് ഉപയോഗിച്ചത് കൊണ്ടാ, എന്നിൽ ടെസ്റ്റ് ചെയ്ത ഒരു എണ്ണകളും ക്രീമുകളും ഒക്കെ എന്നിൽ ടെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് എന്റെ കൺമുമ്പിൽ വെച്ച് ഒരുപാട് പേര് അമ്മയെ പറഞ്ഞിങ്ങനെ അമ്മ ഒരുപാട് വഴക്ക് പറയാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ എനിക്കതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ എന്തിനാ ഇവരുടെ മുഖത്തൊക്കെ നോക്കുന്നതെന്ന് വിചാരിച്ച് ഒരു തല കുനിച്ച് നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആരെന്തിന് സംസാരിച്ചാലും ഞാൻ അവരോട് തിരിച്ച് സംസാരിക്കാനോ ഒന്നിനും പോവാണ്ടും, എങ്കിലും കുറെ പേരൊക്കെ എന്നോട് വന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവരോടൊന്നും സംസാരിക്കാണ്ട് തലയൊക്കെ കുനിച്ചു വെച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു ആന്റി പറഞ്ഞു, നിങ്ങൾ ഈ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോവാതെ വീട്ടിലിട്ടിരിക്കുവാണ്, ബന്ധക്കൊസ്തുകാരെന്നും പറഞ്ഞ് വീട്ടിലിട്ടിരിക്കുവാണ്, ഞാൻ പോയി പോലീസിന് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അമ്മേനെ പേടിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്നേരം പപ്പ ഇവിടെ ഇല്ലായിരുന്നു. പപ്പ ഗൾഫിൽ ജോലിയുടെ ആവശ്യത്തിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. പോയിട്ട് 2-3 മാസം ആയതേ ഉള്ളുവായിരുന്നു. അപ്പൊ അമ്മ ഒറ്റയ്ക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ചേട്ടനും അമ്മയും കൂടെ ആയിരുന്നു. ചേട്ടൻ പഠിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഓടി വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും എന്റെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അവ വന്ന് എന്നെ ഒരുപാട് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അപ്പൊ എന്റെ അമ്മ ഒറ്റയ്ക്ക് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് വിഷമം, ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരുപാട് വിഷമത്തിലായിട്ട് അമ്മ ഇങ്ങനെ ഭാരപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ എന്റെ അമ്മ എന്നോട് വന്ന് ദേഷ്യപ്പെടും, നീ എന്താ മറ്റുള്ളവരോട് സംസാരിക്കാതെ, നീ എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുവാനായിട്ട്. അപ്പോ ഞാൻ ആകെപ്പാടെ മൊത്തത്തിലെ തളർന്നു പോയി ഇവരുടെ ഈ കാര്യങ്ങൾ കേട്ടിട്ടും. ബന്ധുക്കളുടെയും ഫ്രണ്ട്സിന്റെയും ആരും എന്നെ കൂട്ടാക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി എനിക്ക് ഇവിടെ ജീവിച്ചിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ ഞാൻ ദൈവത്തെ ഒരുപാട് പറഞ്ഞു, ദൈവമേ ഈ ലോകത്തേക്ക് എന്നെ എന്തിനാണ് വിട്ടത്, അല്ലെങ്കിൽ ഒരു പക്ഷിയായിട്ടോ ഒരു പുഴുവായിട്ടോ എന്നെ ജനിപ്പിച്ചാൽ പോരെയായിരുന്നോ, ഇങ്ങനെ ഒരു മനുഷ്യ രൂപത്തിൽ എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ലോകത്തേക്ക് ഇറക്കി വിട്ടത് എന്ന് പറഞ്ഞ ഞാൻ ദൈവത്തെ ഒരുപാട് പിറുപിറുത്ത് ഇങ്ങനെ പറയാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോഴും എന്റെ മനസ്സിൽ ഇനിയും ജീവിക്കണ്ട എന്ന ഒറ്റ ചിന്തയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കൾ, അതിൽ നിന്നൊക്കെ എനിക്കൊരു പറയാനുള്ള ഒരു കാര്യം ഇതാണ്. അന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മധ്യയിൽ ഒരു സാക്ഷിയെ നിൽക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചത്. അങ്ങനെ ഞാൻ ഒരുപാട് ഭാരപ്പെട്ട് റൂമിനകത്തായി പോയപ്പോഴേക്കും ഇനി ഒറ്റ ചിന്തയേ ഉള്ളൂ, ഇനി എനിക്ക് മരിക്കണം, അത്രയേ ഉള്ളൂ എന്റെ ചിന്ത. അങ്ങനെ മരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ തീരുമാനം എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ മരിക്കുവാനായിട്ട് ഞാൻ പല വഴികളും ട്രൈ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു ദിവസം ഷാള് മുറുക്കി ആദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഷാള് മുറുക്കി കഴുത്ത് ഞാൻ നന്നായിട്ട് ഞെക്കുവാനായിട്ടാണ് ഇടയായിത്തീർന്നത്. അപ്പോ എനിക്ക് പെട്ടെന്ന് ഷാള് മുറുക്കുമ്പോഴേക്കും എനിക്ക് വേദനിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അമ്മ അടുക്കളയിൽ എങ്ങാണ്ടായിരുന്നു. പെട്ടെന്ന് കയറി വന്നപ്പോ ഞാൻ ഷാള് മുറുക്കുന്ന കണ്ടിട്ട് അമ്മ പെട്ടെന്ന് പേടിച്ചെന്നെ ഉന്തി തള്ളി ഇടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അമ്മ കണ്ട എനിക്കപ്പോ ഒന്നും ഓർമ്മയില്ല. എന്റെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് മാറി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫുഡ് കഴിക്കാനായാലും ഡ്രസ്സ് മാറാനായാലും കുളിക്കാനായാലും ഒന്നിനും അറിയാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേരെ പോലത്തെ ഒരു സ്വഭാവമായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്.
ഡ്രസ്സ് മാറി തരണമെങ്കിൽ അമ്മ സഹായിക്കണം, ഫുഡ് കഴിക്കാനായാലും അമ്മ സഹായിക്കണം, കുളിപ്പിക്കാനായാലും അമ്മ സഹായിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞു പോയത്. അങ്ങനെ അമ്മ എനിക്ക് പിന്നീട് എനിക്ക് ഓർമ്മയൊക്കെ വന്നതിന് ശേഷം അമ്മ എന്നോട് പറഞ്ഞ, ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അമ്മ എന്നോട് പറഞ്ഞത്, നീ റൂമിനകത്ത് കയറി വന്നപ്പോ കണ്ണും നാക്കും ഒക്കെ പുറത്തോട്ട് തള്ളി ശ്വാസം കിട്ടാണ്ട് കടന്ന് വെപ്രാളപ്പെടുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. പക്ഷേ എനിക്ക് അപ്പോഴും വേദനയോ ഒന്നും അനുഭവപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. എത്ര മുറുക്കുന്നുണ്ടെങ്കിലും വേദനയോ ഒന്നും ശ്വാസം മുട്ടുന്നത് പോലും തോന്നിയിട്ടില്ല. പക്ഷേ ദൈവം എന്നെ ആ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നൊക്കെ ദൈവം എന്നെ വെടിവെച്ച് അതിലൊന്നും അകപ്പെടാതെ വണ്ണം ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. അങ്ങനെ പിന്നെ ഞാൻ മനസ്സിലാക്കി എന്തായാലും ഷാള് മുറുക്കി ചാവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് കിണറ്റിൽ ചാടി മരിക്കാമെന്ന ഒറ്റ ചിന്തയിലായിരുന്നു. അങ്ങനെ ഞാൻ കിണറ്റിലോട്ട് കാലെടുത്ത് വയ്ക്കുവാനായിട്ടൊക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ എന്റെ വീട്ടുകാരൊക്കെ കണ്ട് പെട്ടെന്ന് പിടിച്ച് അകത്ത് കയറ്റി. പിന്നെ എന്നെ ഒരിടവും വിടാണ്ട് റൂമിന്റെ അകത്ത് ഇട്ട് പൂട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡ് ഒക്കെ മാറിയിട്ട് പഠിക്കുന്നതൊന്നും ഓർമ്മയില്ലാണ്ട് പിന്നെ എന്റെ ഒറ്റ ചിന്ത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് എക്സാം എനിക്ക് എഴുതണമെന്ന ഒറ്റ ചിന്തയായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് എക്സാം എങ്ങനെയെങ്കിലും എഴുതണോ എന്ന് പറഞ്ഞ്, പക്ഷെ ഞാൻ അതെന്റെ ഉള്ള യഥാർത്ഥത്തെ ചിന്തയിലല്ല പറയുന്നത്, അത് വേറെ ഏതോ ഒരു മൈൻഡിലാണ് ഞാൻ പറയുന്നത്. കാരണം രാത്രി 1:30-കൊക്കെയാണ് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പൊ എന്റെ വീട്ടുകാരൊക്കെ കണ്ട് പെട്ടെന്ന് എന്നെ പിടിച്ച് അകത്ത് കയറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ രാത്രി ഒരു 1:30-ഒക്കെ ആകുമ്പോഴ് എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ബാഗും തൂക്കി വെളിയിൽ ഇറങ്ങി പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ എന്റെ അമ്മയൊക്കെ എല്ലാരും കണ്ട് പെട്ടെന്ന് പേടിച്ച് ഓടി വന്ന് അകത്തി പിടിച്ച് കയറ്റി ലോക്ക് ചെയ്തിടുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഞാൻ ഒരുപാട് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നടക്കുമ്പോ എന്തോ ഭാഗ്യത്തിന് അവരിറങ്ങി വന്ന് എന്നെ പെട്ടെന്ന് പിടിച്ച് അകത്ത് കയറ്റുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ പരീക്ഷ അടുത്ത മാസം എങ്ങാണ്ടാണ്. അപ്പൊ ഞാൻ ഇന്നേ പറയാം എനിക്ക് നാളെ എക്സാം എഴുതാൻ പോകണം എന്ന ഒരു മൈൻഡിലോട്ടായി പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഫുഡൊന്നും കഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. അങ്ങനെ മാസയോഗത്തിനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് അമ്മ ഫുഡൊക്കെ വാരി തരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഫുഡ് അമ്മയാണ് എനിക്ക് വാരി തരുന്നത്. കൊച്ചു പിള്ളേരുടെ മുഖത്തൊക്കെ ഇവിടെ എച്ചിലൊക്കെ നിറഞ്ഞിരിക്കും പോലെ എന്റെ മുഖത്ത് എച്ചിലൊക്കെ നിറഞ്ഞിരിക്കും. അതൊന്നും തുടയ്ക്കേണ്ട ബോധം പോലെ എനിക്കില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പള്ളി 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കൊണ്ടുപോയെങ്കിലും എനിക്ക് പള്ളിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലൊന്നെത്തണം, വീട്ടിൽ ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പള്ളിയിൽ ഒന്നെത്തണം. അങ്ങനെ പള്ളിയിലുള്ള ഒരുപാട് ഫ്രണ്ട്സ്, ആന്റിമാര് അവരൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി. അപ്പോ ഒരു പക്ഷേ എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തത്തില്ലായിരുന്നു. അങ്ങനെ പള്ളിയിലുള്ളവർ എന്നെ കുറെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ 21 ദിവസത്തെ പ്രാർത്ഥനയില് ചെറുതായിട്ടൊക്കെ എനിക്ക് ഒരു ചേഞ്ച് ഒക്കെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് മാത്രം പള്ളിയിലുള്ളവര് 14 ദിവസത്തെ പ്രാർത്ഥന വച്ചിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് സഭ ഒന്നടങ്കം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ചിലപ്പോൾ ആ പ്രാർത്ഥന നീണ്ട് 1:30 വരെ പോയൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാത്രി 1:30 വരെയൊക്കെ പോയ ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ അവിടെ തന്നെ ഉറങ്ങുന്നതും താമസിക്കുന്നതും എല്ലാം അവിടെയാണ്. അപ്പോ എന്റെ പള്ളിയിലുള്ള പാസ്റ്റർ ആന്റിയും പിന്നെ സേഫ് ആന്റി എന്ന് പറഞ്ഞ ആന്റി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഓർമ്മയില്ലാതിരുന്ന അവസ്ഥയിലൊക്കെ ആന്റി ആയിരുന്നു പിന്നെ എനിക്ക് ഫുഡ് വാരി തരാനായാലും കുളിപ്പിക്കാനായാലും എവിടെ കൊണ്ടുപോകാനായാലും ആന്റി ആയിരുന്നു എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഡ്രസ്സ് മാറുവാനായിട്ട് സഹായിക്കുന്നതായിരുന്നാലും ആന്റി ആയിരുന്നു. അപ്പൊ ഞാൻ ആന്റീനെ ഒരുപാട് ഉറങ്ങാൻ സമ്മതിക്കാണ്ട് രാത്രിയൊക്കെ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ ഒത്തിരി വിടിവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെയൊക്കെ ഒരു ശ്രദ്ധേറിയ പ്രാർത്ഥന മാത്രമല്ല എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും 10th എക്സാം ശത്രുവായ പിശാച് എഴുതത്തില്ലെന്ന് വാദിച്ച സാഹചര്യത്തിൽ എനിക്ക് 10th എക്സാം എഴുതുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് പക്ഷെ എഴുതുന്നതൊന്നും ഓർമ്മയില്ലാത്തതിനാൽ 9ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി എന്നെ പരീക്ഷയ്ക്ക് സഹായിക്കുവാനായിട്ട് എനിക്ക് വേണ്ടി കൊണ്ടിരുത്തി. പക്ഷെ ഞാൻ ആ പരീക്ഷാ ഹാളിൽ പോകുമ്പോഴേക്കും ആ കുട്ടീനെ കൂടുതലായിട്ട് എന്റെ അടുത്ത് എന്നെ സഹായിക്കാനായിട്ട് ഇരിക്കുന്ന കൊച്ചിനോട്
ഞാൻ പറയും നീ എന്തിനാ എന്റെ പരീക്ഷ എഴുതുന്നെന്ന് പറഞ്ഞ് ആ കുട്ടീനെ ഞാൻ കൂടുതലായിട്ട് ഉപദ്രവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എല്ലാവരും വന്ന് പിടിച്ചു മാറ്റി എനിക്ക് ഒരു റൈറ്റിംഗ് ബോർഡും പേപ്പറും ഒക്കെ തന്നു. അങ്ങനെ ഞാനും പരീക്ഷ എഴുതും പോലെയൊക്കെ കാണിച്ചു. അങ്ങനെ ഞാൻ ആ കൊച്ചിനെ ഉപദ്രവിക്കുവാൻ ഇടയായിത്തീർന്നില്ല പിന്നെ പിന്നെ. അങ്ങനെ ആ കൊച്ച് എനിക്ക് വേണ്ടി സഹായിച്ചു. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ശരീരത്തിലുള്ള ഈ അസ്വസ്ഥതകളൊക്കെ എനിക്ക് പതുക്കെ പതുക്കെ അത് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വരുന്ന ആ സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പൂർണ്ണമായിട്ട് എന്റെ ശരീരത്തിന് ഒരു വ്യത്യാസം വരുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ എനിക്ക് എല്ലാത്തിനും അറിയാം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അറിയാം. അങ്ങനെ പൂർണ്ണ ഒരു വ്യത്യാസം വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്ന് വാദിച്ച ആ സാഹചര്യത്തിൽ ദൈവം എനിക്കൊരു ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. 8+ ഒരു എയും ഒരു B+ഓടെ ദൈവം എന്നെ പാസ്സാകുവാനായിട്ട് സഹായിച്ചു. മാത്രമല്ല ഇന്ന് നിങ്ങളുടെ മധ്യയിൽ ഒരു സാക്ഷിയെ നിൽക്കുവാനും ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഒരു പിന്നെ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. പിന്നെ എന്റെ ജീവിതത്തില് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് ഇനിയും അങ്ങോട്ട് പഠിക്കണം, പിന്നെ എനിക്ക് ദൈവം ഉണ്ടെന്നൊരു സത്യം, എനിക്ക് ദൈവം ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാകുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് സമൂഹത്തിന് മുന്നിലോട്ട് ഇറങ്ങണം എന്ന് തോന്നി. അപ്പൊ എനിക്ക് അപ്പോഴും മുടിയൊന്നുമില്ല. ഞാനൊരു മെലിഞ്ഞുണങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു. എന്റെ ശരീരത്തൊക്കെ പാടൊക്കെ നിറഞ്ഞ ഒരു വല്ലാത്തൊരു വികൃത രൂപമായിരുന്നു. അപ്പൊ എനിക്ക് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങണമെന്ന് തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങിയപ്പോഴേക്കും ആശുപത്രിയിലോട്ട് പോകുമ്പോഴേക്കും എന്നെക്കാട്ടിലും കുഞ്ഞു കുട്ടികളും എന്നെക്കാട്ടിലും മുതിർന്ന കുട്ടികളും കല്യാണപ്രായമായ കുട്ടികൾ വരെ എന്റെ ഈ എനിക്ക് വന്ന പോലത്തെ പ്രതികൂലത്താൽ ഭാരപ്പെട്ട് അവർക്ക് ഇതുവരെ ഒരു മെഡിസിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് അവര് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് അവിടെ വെച്ച് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോ എനിക്കും ഡോക്ടേഴ്സിന് മെഡിസിൻ കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവര് കുറെ വൈറ്റമിൻസിന്റെ ഗുളിക തരുന്നതേ ഉള്ളൂ. അപ്പോ എന്നെക്കാട്ടിയും കൊച്ചു കുട്ടികൾ വരെ വളരെ ഭാരത്തോടെ ഇങ്ങനെ കഴിയുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോ ഞാൻ ദൈവത്തോട് അവിടെ നിന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നത്, ദൈവമേ ഞാൻ ഇതുവരെ വന്നത് ദൈവമേ അങ്ങയുടെ കൃപയാണ് കർത്താവേ. അപ്പാച്ച ഞാൻ പറഞ്ഞ അടിയന്റെ കുറവുകളൊക്കെ ക്ഷമിക്കണേ കർത്താവേ. ഞാൻ അവരുടെ ഒരു 100% ഒരു ശതമാനം പോലും അല്ല അപ്പ എനിക്ക് ഇത്രയും വന്ന അസുഖം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് കരയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വീട്ടിലോട്ട് വന്നു. പിന്നെ എനിക്കെന്തോ ഞാൻ അതിനുശേഷം എന്റെ മൈൻഡൊക്കെ മാറി എനിക്കെന്തോ ഒരു സമാധാനം ലഭിച്ച പോലെ തോന്നുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് വരെ ആര് ബൈബിൾ വായിക്കാത്ത ഞാൻ അന്ന് വീട്ടിൽ വന്നിരുന്ന് 120 സങ്കീർത്തനം എടുത്ത് വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 120 സങ്കീർത്തനത്തിന്റെ 1 എന്റെ കഷ്ടതകൾ ഞാൻ യഹോവയോട് പറഞ്ഞു, അവൻ എനിക്ക് ഉത്തരം അരുളി, വ്യാജമുള്ള അധരത്തെയും വഞ്ചനയുള്ള നാവിനെയും ദൈവം അതിൽ എന്നെ ഒരു പാട്ട് എഴുതിപ്പിക്കുവാനായിട്ട് സഹായിച്ചു. ഞാൻ ആ പാട്ടിന്റെ ചില വരികൾ ഇവിടെ പാടുന്നു. എന്റെ കഷ്ടതകൾ ഞാൻ യഹോവയോടു പറഞ്ഞു, അവൻ എനിക്കുത്തരം തന്നുവല്ലോ, ഉത്തരം തന്നുവല്ലോ. എന്റെ കഷ്ടതകൾ ഞാൻ യഹോവയോടു പറഞ്ഞു, അവൻ എനിക്കുത്തരം ഉത്തരം തന്നുവല്ലോ, ഉത്തരം തന്നുവല്ലോ. വ്യാജമുള്ള ധരത്തെയും വഞ്ചനയുള്ള നാവിനെയും ദൈവം തകർത്തു കളഞ്ഞു. എന്റെ ദൈവമേ നിനക്കു സ്തോത്രവും സ്തുതിയും. വ്യാജമുള്ള ധരത്തെയും വഞ്ചനയുള്ള നാവിനെയും ദൈവം തകർത്തു കളഞ്ഞു. എന്റെ ദൈവമേ നിനക്കു സ്തോത്രവും സ്തുതിയും. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെയല്ലോ, നിന്റെ നീതിയുള്ള വിധികൾ ഞങ്ങൾക്കുമുള്ളവ തന്നെ, ഞങ്ങൾക്കുമുള്ളവ തന്നെ. വ്യാജമുള്ള ധരത്തെയും വഞ്ചനയുള്ള നാവിനെയും
കളഞ്ഞു. എന്റെ ദൈവമേ നിനക്കു സ്തോത്രവും സ്തുതിയും. എന്റെ കഷ്ടതകൾ ഞാൻ യഹോവയോടു പറഞ്ഞു, അവൻ എനിക്കുത്തരം തന്നു. ഉത്തരം തന്നുവല്ലോ, ഉത്തരം തന്നുവല്ലോ. ഈ പാട്ട് എഴുതുവാനായിട്ട് ദൈവ സഹായിച്ചു. പിന്നീട് എനിക്ക് പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവമേ, ഇതുവരെ ചെയ്തു കൂട്ടിയ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. ഇനി എനിക്ക് നല്ലൊരു സ്കൂൾ അഡ്മിഷൻ വേണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലുള്ള ഒരു ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരിക്കരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. എങ്കിലും കുറച്ചൊക്കെ 2-3 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എങ്കിലും വേറെ ഒരു ഫ്രണ്ട്സിനെ എനിക്ക് അവിടെ അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതിനു മുന്നേയുള്ള ഏറ്റവും മെയിൻ പ്രാർത്ഥനയായിരുന്നു, ഇനി എന്റെ മുടി കണ്ടാൽ ആരും ചോദിക്കുവാനായിട്ട് ഇടയായി തീരരുത്. നിനക്ക് എന്താ പറ്റിയത്, നിന്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ആരും ചോദിക്കുവാനായിട്ട് ഇടയായി തീരരുത്. എന്റെ ഒരേ ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, ദൈവമേ ഇനി എനിക്ക് തരുന്ന മുടി സ്ട്രെയിറ്റ് ആയിരിക്കണം. ആര് കണ്ടാലും ചോദിക്കണം, നീ ഏത് ബ്രാൻഡിലാണ് പോയി സ്ട്രെയിറ്റ് ചെയ്തതെന്ന് ചോദിക്കേണ്ട രീതിക്ക് എനിക്ക് മുടി വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എങ്കിലും ഞാൻ അത് പ്രാർത്ഥിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്നു. ഞാൻ അതങ്ങനെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ സ്കൂൾ തുറന്നു. സ്കൂളിൽ ഞാൻ പോയപ്പോഴേക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പഠിക്കുന്ന ഡിവിഷനില് എനിക്ക് അറിയാത്ത എല്ലാ ഫ്രണ്ട്സ്, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് കിട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അവരുടെ മധ്യ ഇറങ്ങി പോകുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ എന്റെ മുടി കണ്ടിട്ട് എന്നോട് ഒന്നും ചോദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. എന്റെ അടുത്ത് ചോദിച്ചു, ഇത്ര ഭംഗിയുള്ള സ്ട്രെയിറ്റ് മുടി നിനക്ക് എവിടെ നിന്നാ കിട്ടിയതെന്നൊക്കെ എന്നോട് ചോദിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ്, ഇതെനിക്ക് നേരത്തെ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തായാലും എന്റെ ഈ അനുഭവം അവരോട് ഷെയർ ചെയ്യണ്ടെന്ന് കരുതി ഞാൻ അവരോട് പറഞ്ഞു, ഇതെനിക്ക് നേരത്തെ ഉള്ള മുടിയാന്നൊക്കെ അങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോഴും ഞാൻ വീട്ടിൽ വന്നിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു, ദൈവമേ, ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചിട്ട് പോലും അങ്ങനെ എനിക്ക് നടത്തി തന്നല്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഇങ്ങനത്തെ ഒരു മുടി എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴെന്നോട് എന്റെ മനസ്സിൽ ഒരാൾ എന്നോട് എന്തോ പറയും പോലെ തോന്നി, നിന്നെ യേശു വിടുവിച്ച കാര്യം നീ മറ്റുള്ളവരോട് പറയണമെന്ന് എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു തോന്നലുണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോ ഞാൻ വിചാരിക്കും എന്തായാലും എന്റെ ഈ കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യണ്ട. ഇത് പുതിയ ഫ്രണ്ട്സ് അല്ലേ എന്ന് കരുതി ഞാൻ അങ്ങനെ ഇരുന്നു. എങ്കിലും ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ കൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അവിടെ കൂടുതലായിട്ട് ഒരു കുട്ടിയോട് ചങ്ങാത്തം കൂടിയിട്ട് ആ കുട്ടിയോട് പറയുവാനായിട്ട് എന്റെ സ്റ്റോറി ഒക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ആ കൊച്ചെന്നോട് പറഞ്ഞു, നീ ദയവ് ചെയ്ത് ഈ കാര്യം ഈ സ്കൂളിലുള്ള ഒരു പിള്ളേരോടും പറയരുത്, അവർ നിന്നെ വേറെ വല്ല രീതിയിലും വിചാരിക്കും, നീ അതുകൊണ്ട് പറയണ്ടെന്ന് കരുതി. അപ്പൊ ഞാനും വിചാരിച്ചു ശരിയാ, പറയണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് എവിടെന്നോ കണ്ട ഒരു ആന്റി, എനിക്കറിയത്തില്ല ഏതോ ഒരു ആന്റിയാണ്. പക്ഷെ ആ ആന്റി എന്നോട് വന്നിട്ട് ചോദിച്ചു, മോളെ നീ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് കളർ ചെയ്തിട്ട് ഉൾഫ് കട്ട് ചെയ്യാൻ എത്ര രൂപയായി എന്നോട് ചോദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു, ദൈവമേ ആര് കണ്ടാലും ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത ബ്രാൻഡ് ഏതാന്ന് എന്നോട് ചോദിക്കണം എന്നൊരു പ്രാർത്ഥനയിലായിരുന്നു. അപ്പൊ ആന്റി എന്നോട് പെട്ടെന്ന് ഒന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല ആന്റി, എനിക്കിത് ദൈവം തന്നു മുടിയാന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ ആ ആന്റി എന്നോട് പറഞ്ഞ്, കൊച്ചെ, നീയാണ് നിന്റെ ഫാഷൻ പുറത്തു കൊണ്ടുവരേണ്ടത്, അല്ലാതെ നീ ഉള്ളിൽ ഒതുക്കിയെല്ലാം നടക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. നീ പറഞ്ഞില്ലെങ്കിൽ സാരമില്ല, ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. അന്ന് വരെ എനിക്ക് വൂൾഫ് കട്ട് എന്ന് പറഞ്ഞ എന്നതാന്ന് അറിയത്തില്ല. ഞാൻ അങ്ങനെ വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏകദേശം എന്റെ മുടി പോലെ. അപ്പോ എനിക്ക് അവിടെ താല്പര്യമായിട്ട് തോന്നുവാനായിട്ട് ഒരുപാട് നന്ദി പറയാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ പിന്നെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ ഒറ്റ ചിന്ത, നീ നിന്റെ സാക്ഷ്യം മറ്റുള്ള ഫ്രണ്ട്സിനോട് പറയണം. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ സ്കൂളിൽ NSSന്റെ 7 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പിന്റെ ദിവസം എല്ലാവരും അവരുടെ ഗുഡ് ഫീഡ്ബാക്കും ഇഷ്ടമല്ലാത്ത ഒരു ഫീഡ്ബാക്കും പറയണമായിരുന്നു. അപ്പോ എന്റെ ഒരു കൂടെ എത്തിയപ്പോൾ ഞാൻ അവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് എന്നതാ പറയണെന്ന് അറിയത്തില്ല. എങ്കിലും മൈക്ക് എടുത്തപ്പോഴേക്കും എന്റെ നാവിൽ താനെ എന്റെ ഈ സ്റ്റോറി വരുവാനായിട്ട് ഇടയായിത്തീർന്നു.
അങ്ങനെ ഞാൻ ഒരുപാട് പേരെടുത്ത് എന്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ആ സ്റ്റേജിൽ നിന്ന് മൈക്കിൽ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവസാനം ഞാൻ ഇതുവരെ എത്തുവാനായിട്ട് യേശു എന്നെ വിടുവിച്ച കാര്യമാണെന്ന് ഞാൻ അവരോട് സാക്ഷ്യം പറയാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഒരുപാട് പേര് എന്നോട് കരഞ്ഞിട്ട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, ജനീഷ, നീ ഇത്രയും പ്രയാസകരമായ ഒരു അനുഭവത്തിൽ നിന്ന് വന്നതാണെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. നിന്നെ കണ്ടപ്പോൾ നീ ഇങ്ങനെ ചെയ്തു വരുത്തിയതെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു ചില പിള്ളേരൊക്കെ എന്നോട് വന്ന് കരയുവാനായിട്ട് ഇടയായിത്തീർന്നു. കാരണം എന്നെക്കാട്ടിയും ഒരുപാട് കഷ്ടത്തിൽ കടന്ന് എന്നെക്കാട്ടിയും ഭയങ്കര രോഗത്താൽ അനുഭവപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് എങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങണമെന്ന് അറിയത്തില്ല. കാരണം അവരുടെ ഭാവി എന്താകുമോ, ഇനി അവർക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാകുമോ എന്ന് തന്നെ പേടിച്ചു പോയി പലരും തന്റെ അനുഭവങ്ങളും, ചിലവരൊക്കെ ഇപ്പോഴും വല്ലാത്ത അസുഖത്തിനൊക്കെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷെ അവർക്കത് പുറത്ത് പറയുവാനായിട്ട് പേടിയാണ്. കാരണം സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്താകുമെന്ന ഒരൊറ്റ ചിന്തയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ സാക്ഷി പറഞ്ഞപ്പോ ഇത് ഞങ്ങൾക്കൊരു പ്രചോദനമായെന്ന് പറഞ്ഞു അവരുടെ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് അവരുടെ ഒരുപാട് അനുഭവങ്ങള് കരഞ്ഞുകൊണ്ടൊക്കെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോ ദൈവം അവരുടെ മധ്യയിൽ എന്നെ ഒരു സാക്ഷിയെ നിർത്തുവാൻ കർത്താവായ യേശുപ്പച്ചൻ എനിക്ക് വലിയൊരു അവസരം ഒരുക്കി തന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുതിർന്നവരോടത്ത് പറയുന്നതിനെക്കാട്ടിലും കുഞ്ഞു പിള്ളേരോടും എന്റെ സമപ്രായക്കാരോടും എന്നെക്കാട്ടി മുതിർന്ന ഒരു യൂത്തിനോടൊക്കെ പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അവരൊക്കെയാണ് ഈ ആത്മഹത്യയുടെ വക്കീലും വല്ലാത്ത പ്രോബ്ലത്തിലും അകപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പിള്ളേരും ഒരുപാട് പേരൊക്കെ ഉണ്ട്. അപ്പൊ കുറെ ഫ്രണ്ട്സിനോടൊക്കെ, ചില ഫ്രണ്ട്സ് ഒക്കെ എന്റെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ ഒരു വിഷമിച്ച് വല്ലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവരോട് പോയി എന്താ നിന്റെ വിഷമം എന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കാറുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ യൂത്തിനോടൊക്കെ സംസാരിക്കുന്നതാ. അപ്പോൾ അവർക്ക് എന്റെ അനുഭവം കേൾക്കുമ്പോൾ അവരുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്തില് പ്രചോദനം വരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ എനിക്ക് ഇങ്ങനെ ഓർമ്മയൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ പരസ്യത്തിനായാലും എവിടെയായാലും പാടുന്ന സമയം പാടിയിട്ട് പകുതി കഴിയുമ്പോൾ മറന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ചു. പിന്നെയുള്ള കാലത്തൊന്നും അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടില്ല. പിന്നെ +1 കഴിഞ്ഞ് +2 ദൈവം കയറുവാനായിട്ട് എന്നെ സഹായിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇതിൽ നിന്നൊരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. നിങ്ങളുടെ രൂപം എങ്ങനെയെന്നല്ല, നിങ്ങളുടെ നിറം എങ്ങനെയെന്നല്ല, നിങ്ങൾ ആരെന്ന് എങ്ങനെയെന്നല്ല ദൈവം നിങ്ങളെ നോക്കുന്നത്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അത് നിർവഹിക്കുക തന്നെ ചെയ്യും. ദൈവം ഏത് വഴി കൂടെയാലും നിന്നെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊരൊറ്റ കാര്യമാണ് പ്രിയ ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. മാത്രമല്ല, എന്റെ ഈ സാക്ഷ്യം കേട്ടിട്ട് പലർക്കും വിശ്വാസം വരത്തില്ല. എന്റെ സ്ട്രെയിറ്റ് മുടിയാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് തോന്നാറുണ്ട്. നമുക്ക് എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കാണുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കി തരും. അപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. മാത്രമല്ല, എന്റെ കയ്യിലൊക്കെ ഇപ്പോഴും ആ പാടുകളുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരുപാട് എന്റെ മെഡിസിൻ റിസൾട്ട് ഒക്കെ എന്റെ കയ്യിലിരിപ്പുണ്ട്. നമുക്ക് എവിടെ വെച്ചാണെങ്കിലും കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ അടുത്ത് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെ എന്റെ മെഡിസിൻ റിസൾട്ട് ഒക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ചിലവരൊന്നും വിശ്വസിക്കത്തില്ല. ചിലവരോടൊക്കെ എന്റെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് വന്നതാണെന്ന് പോലും ചിന്തിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എന്റെ കയ്യിൽ മെഡിസിൻ റിസൾട്ട് വരെ ഇപ്പൊ ഇരിപ്പുണ്ട്. ദൈവം എന്നെ ഇതുവരെ സഹായിച്ച് നിങ്ങളുടെ മതിലൊരു സാക്ഷി നിൽക്കുവാൻ. താങ്ക് യു. മോളെ, പിന്നെ ഡോക്ടർമാർ പറഞ്ഞോ ഇതെന്ത് അസുഖമാണെന്ന് വല്ല അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? വൈറ്റമിൻസിന്റെ കുറവല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ശരി. പിന്നെ ഞാൻ ഗുളികയൊക്കെ നിർത്തിയിട്ട് പിന്നെ ഇതുവരെ വിഴുങ്ങുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. എന്തായാലും ഞാൻ എനിക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറിന്ന് തോന്നിയപ്പോ ഈ ചൊറിച്ചിലിന് വേണ്ടിയിട്ട് ഞാൻ ഗുളിക വിഴുങ്ങിക്കൊണ്ടാണ് ഇരുന്നത്. അപ്പോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് മാറ്റിയ അസുഖമാണെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് ഒരു രോഗശാന്തി തരണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഗുളിക മാറ്റി ഇപ്പൊ 4-5 മാസം കഴിയുവാനായിട്ട് ഇടയായിത്തീരുന്നു. പിന്നെ ഇതുവരെ ഗുളിക വിഴുങ്ങുവാനായിട്ട് ഇട വന്നിട്ടില്ല. ശരി. ഈ മുടിയൊക്കെ തിരിച്ച് വളർന്നു വന്നിട്ട് എത്ര നാളായി? മുടി 10ാം ക്ലാസ് ഫൈനൽ എക്സാം തുടങ്ങുന്ന സമയത്താണ് മൊത്തത്തിൽ കൊഴിഞ്ഞത്. പിന്നെ എനിക്ക് പെട്ടെന്നാണ് കിളിർത്തത്. 2 മാസത്തെ വെക്കേഷൻ അകത്ത് കിളിർക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. പിന്നെ +1
സ്കൂളിലോട്ട് പോകാനിടയായിരുന്ന ബോയ് കട്ട് ഹെയർ ആയിരുന്നു, ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നു. അത് സ്കൂൾ അടയ്ക്കും മുന്നേ പെട്ടെന്നായിരുന്നു വളർന്നത്. അപ്പൊ പിള്ളേർ ഭയങ്കര അത്ഭുതമായിരുന്നു, എനിക്ക് പെട്ടെന്ന് മുടി വളരുന്നെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. ഇപ്പൊ അതാ ഇതുവരെ. മോളെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, സ്റ്റുഡൻസ് അവർക്കിങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവർ പോകുന്ന സ്കൂളിൽ കോളേജിലൊക്കെ അവർ ഒറ്റപ്പെടുന്നു. പിന്നെ അത് ഭയങ്കര മാനസികമാകുന്ന വിഷമത്തിനൊക്കെ കാരണമാകുന്നു. ജനിഷ കടന്നു പോയത് അങ്ങനെ ഒരു സിറ്റുവേഷനില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൈയും കാലുമൊക്കെ അങ്ങനെ ആ ഒരു ഇച്ചിങ് വന്നിട്ട് വ്രണങ്ങളായി, പിന്നെ മുടി കൊഴിഞ്ഞു, മറ്റു കുട്ടികൾ അവർ നോക്കുന്നു, അവർ പരിഹസിക്കുന്നു എന്നുള്ള ചിന്ത, ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ മാനസികമായിട്ട് തകർന്നു പോയി അല്ലേ? അതെ, മാനസികമായിട്ട് തകർന്നു. എന്നാൽ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ആ ചർച്ചിൽ പോയി 21 ദിവസം അവിടെ താമസിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ ഇടവന്നു. ആ ചർച്ചും പാസ്റ്ററും വൈഫും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്തല്ലയോ? അങ്ങനെയാണൊരു വിടുതൽ പ്രാപിച്ച് വെളി വന്നത്. ഒരുപാട്. അപ്പോൾ അവിടെ എവിടെയാണ് ചർച്ചിൽ പോകുന്നത്? വെള്ളറുടെ ഭാഗത്ത് പൊന്നമ്പി, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, പൊന്നമ്പി. ഓക്കെ, പൊന്നമ്പി ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. പാസ്റ്ററുടെ പേരെന്തോ അവിടുത്തെ? പാസ്റ്ററിന്റെ പേര് രാജേഷ്. പാസ്റ്റർ. ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, സെൻട്രൽ തലത്തും വിദേശത്തും ഒരുപാട് പേര് മൂക്കോട്ടി പ്രാർത്ഥിച്ചു. അറിഞ്ഞൂടാതെ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയത്തിരുന്നു. അങ്ങനെ ഞാൻ മാസയോഗത്തിനൊക്കെ പോകുമ്പോ ഒരുപാട് പേര് എന്നോട് വന്ന് എന്റെ പേരൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ ഡയറിയിലും നിന്റെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരാണ് ഈ കുട്ടിയെന്ന് ഇതുവരെ അവര് കണ്ടിട്ടില്ല. അപ്പോ അവരോട് എനിക്ക് നന്ദി പറയാനായിട്ടൊക്കെ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ പ്രാർത്ഥന, ചർച്ചിൻ്റെ പ്രാർത്ഥന, ദൈവത്തിന് സ്തോത്രം. പാട്ടുകൾ പാടുന്ന ഇഷ്ടമല്ലേ? ലാസ്റ്റ് ഒരു പാട്ടുകൂടെ എഴുതുവാനായിട്ട് ദൈവം സഹായിച്ചു. എത്ര പാട്ട് എഴുതിയിട്ടുണ്ട് മോളെ? ഞാൻ ഫിനിഷ് ആക്കിയത് 2 പാട്ട്. 2 പാട്ട്. അതിനകത്ത് ഒന്നാ പാടിയതല്ലേ? അടുത്ത പാട്ടുകൂടെ പാടിക്കൂ, ഒരു കുഴപ്പമില്ല. അത്ഭുതമന്ത്രിയാം ദൈവം, പരിശുദ്ധനായവൻ ദൈവം, വീരനാണെന്നും എൻ ദൈവം, സർവത്തിനും മേലായവനെ. അത്ഭുതമന്ത്രിയാം ദൈവം, പരിശുദ്ധനായവൻ ദൈവം, വീരനാണെന്നും എൻ ദൈവം, സർവത്തിനും മേലായവനെ. പതറുകില്ല, ഞാൻ പതറുകില്ല, സർവശക്തനെന്നും കൂടെ. വീഴുകില്ല, ഞാൻ വീഴുകില്ല, കാക്കുന്നൊരു നാഥൻ കൂടെയുണ്ട്. പതറുകില്ല, ഞാൻ പതറുകില്ല, സർവശക്തനെന്നും കൂടെ. വീഴുകില്ല, ഞാൻ വീഴുകില്ല, കാക്കുന്നൊരു നാഥൻ കൂടെയുണ്ട്. അത്ഭുതമന്ത്രിയാം ദൈവം, പരിശുദ്ധനായവൻ ദൈവം, വീരനാണെന്നും എൻ ദൈവം, സർവത്തിനും മേലായവനെ. പർവ്വതം മാറിപ്പോയാലും ഭൂമിക്കുലുങ്ങിയെന്നാലും നീ എൻ പരിചയം കോട്ടയും, സർവത്തിനും മേലായവനെ. പർവ്വതം മാറിപ്പോയാലും ഭൂമിക്കുലുങ്ങിയെന്നാലും നീ എൻ പരിചയം കോട്ടയും, സർവത്തിനും മേലായവനെ. പതറുകില്ല, ഞാൻ പതറുകില്ല, സർവശക്തനെന്നും കൂടെ. വീഴുകില്ല, ഞാൻ വീഴുകില്ല, കാക്കുന്നൊരു നാഥൻ കൂടെയുണ്ട്. അത്ഭുതമന്ത്രിയാം ദൈവം, പരിശുദ്ധനായവൻ ദൈവം, വീരനാണെന്നും എൻ ദൈവം,
സർവത്തിനും മേലായവനെ, അത്ഭുതമന്ത്രിയും ദൈവം, പരിശുദ്ധനായവൻ ദൈവം, വീരനാണെന്നും എൻ ദൈവം, സർവത്തിനും മേലായവനെ. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. ഇനിയും കർത്താവ് മോളെ ഉപയോഗിക്കട്ടെന്ന് പ്രാർത്ഥിക്കുക. നല്ല പാട്ടുകൾ എഴുതുവാനിടയായി തീരട്ടെ. അനേകർക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് ജീവിക്കാനിടയായി തീരട്ടെ. കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും യൗവനക്കാർക്കും ഒക്കെ മോളുടെ ജീവിതാനുഭവങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ വലിയ ഒരു ബലമായി തീരുവാനിടയായി തീരട്ടെ. സമാധാനം കൊടുക്കുവാൻ, സമാനമാകുന്ന പരിസ്ഥിതികളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരാശ്വാസം കൊടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ജനിഷമോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വയലിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ നമ്മുടെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർത്ത് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നടവാനിടയായി തീരട്ടെ. പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. നല്ല ഈ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം കേൾക്കുവാൻ കൊണ്ട് അവിടെ നിങ്ങളെ ഒരുക്കി കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് പ്രത്യേകമായി പ്രിയ ജനിഷമോളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് അവളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവൾക്ക് ഇത്രത്തോളം കൊടുത്ത വിടുതലിനും സൗഖ്യത്തിനുമായ സ്തോത്രം. ആ സാക്ഷ്യം വന്ന് പങ്കുവെക്കുവാൻ പ്രിയ പൈതലിനെ നീ സഹായിച്ചുവല്ലോ. അവളുടെ വിദ്യാഭ്യാസം, ഭാവി, ആരോഗ്യം എല്ലാത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു. അവളുടെ സഹോദരനെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, നിൻ്റെ സന്നിധിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയ പ്രിയ പൈതലിന് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് കൽപ്പിച്ചാക്കിക്കട്ടെ. അങ്ങനെ അവിടുന്ന് ചെയ്യുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. യുവായിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ്, യൂട്യൂബിലൂടെ ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കൾക്കും ഇതൊരു അനുഗ്രഹമായി തീരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നല്ലൊരു ഈവനിങ് കർത്താവ് നമുക്ക് നൽകിയല്ലോ. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ആഴ്ച പിന്നെയും ട്യൂസ്ഡേ ഈവനിങ് 9 o'clock ഇവിടെ ഒരു പുതിയ സെക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാവരും കടന്നു വരണം. ഇതേ സൂം ഐ ഡി തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. എല്ലാവരും ധാരാളം